രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച പുരുഷവാദികളും സംരക്ഷിച്ച ഓൺലൈൻ മാധ്യമങ്ങളും മുങ്ങി. ഇനി രാഹുൽ എന്ന പേര് അവരാരും മിണ്ടില്ല. കാരണം ഒന്നിനു പിറകെ ഒന്നൊന്നായി ലൈംഗിക വേട്ടയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിലാണ് രാഹുൽ ഉള്ളത് എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് എത്തുമ്പോൾ രാഹുൽ മുങ്ങുന്നു. രാഹുൽ കീഴടങ്ങിയേ പറ്റൂ. അതിനുള്ള മാർഗങ്ങൾ തേടുകയാണ് രാഹുലും രാഹുലിനെ സംരക്ഷിക്കുന്നവരും. ബാംഗ്ലൂരിലെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്ന കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പിന്തുണച്ചവരെല്ലാം മുങ്ങിയപ്പോൾ രാഹുലിനെ പിന്തുണച്ച് ആകെ വെട്ടിലായത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിൻ്റെ ബുദ്ധിക്ക് ഒരു 10 പൈസയുടെ കുറവുണ്ട് എന്നാണ് പൊളിറ്റിക്സ് കേരള മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ ലോക ചരിത്രത്തിലാദ്യമായി ഒരു ക്രിമിനലിന് വേണ്ടി വാർത്ത ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ആൾ ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ആയിരിക്കും. LLBക്ക് അത് പഠന വിഷയമാക്കാം. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചാലും രാഹുൽ ഈശ്വറിന് വലിയൊരു ഡാമേജാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി രാഹുൽ ഈശ്വർ പറയുന്നത് ആരും വിശ്വസിക്കില്ല. രാഹുൽ ഈശ്വറിനെ ഉയർത്തിക്കൊണ്ട് നടന്ന ചാനലുകളൊക്കെ രാഹുൽ ഈശ്വറിനെതിരായ സ്റ്റോറി അടിക്കാൻ തത്രപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. രാഹുൽ ഈശ്വറാകട്ടെ ഇതൊന്നും അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് രാഹുൽ ഈശ്വർ എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പിറകെ ഒന്നൊന്നായി ലൈംഗിക വേട്ടയുടെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതികളൊക്കെ കോൺഗ്രസ് ഗൗരവത്തോടെ കാണുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ, ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, കോൺഗ്രസിന് വലിയ ഡാമേജാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിലൊക്കെ രാഹുൽ ഫാൻസുകാരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ. ഇവരെ ജനങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്യാം. മാത്രമല്ല, ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. തിടുക്കപ്പെട്ട് അതാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി കോൺഗ്രസ് പുറത്താക്കിയത്. രാഹുലിനെ പിന്തുണച്ച ഷാഫി പറമ്പിലും വെട്ടിലാണ്. രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകിയ ഷാഫി പറമ്പിലും രാഹുലിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഇനി തള്ളിപ്പറഞ്ഞേ പറ്റൂ. വീണുപോയവനെ ഇനി എല്ലാവരും ഇട്ട് ചവിട്ടും. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ കാര്യമാണ് ഏറെ ഗതികേട്. രാഹുൽ ഈശ്വർ തെണ്ടിത്തിരിഞ്ഞ് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഈശ്വർ കാണിച്ചതെല്ലാം മണ്ടത്തരം. പോലീസ് എത്തിയപ്പോൾ മുറിക്കകത്ത് നിന്ന് അടുത്ത വീഡിയോ ചെയ്തു. തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള വീഡിയോ. മാത്രമല്ല, കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വാദിച്ചത് അഭിഭാഷകൻ വാദിക്കുന്നതിന് മുമ്പേ രാഹുൽ ഈശ്വർ കയറി വാദിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ആകെ മൊത്തം കോമാളിയായി മാറി രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന് വല്ലാത്തൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു കോടതിയിൽ ജാമ്യം കൊടുക്കുമെന്ന്. പക്ഷേ കോടതി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതോടുകൂടി രാഹുൽ ഈശ്വർ പെട്ടിരിക്കുകയാണ്. ഒന്നിനു ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് ലൈംഗിക വേട്ടയുടെ കഥകൾ പുറത്തു വരുന്നു എന്നത് വിശദീകരിക്കേണ്ട ധാർമ്മിക ചുമതല ഇനി രാഹുൽ ഈശ്വറിനും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ ആകെ മൊത്തം ആപ്പിലായിരിക്കുന്ന കാഴ്ച. മറ്റ് ഓൺലൈൻ ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഓൺലൈൻ ചാനലുകളെല്ലാം ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അവർ പുതിയ കഥകളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പുതിയ എക്സ്ക്ലൂസീവുമായി വന്ന് ചാനലിൻ്റെ റേറ്റിംഗ് നിലനിർത്താൻ പാടുപെടുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെയ്ക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ബാംഗ്ലൂരിലുള്ള വലിയ കോൺഗ്രസ് നേതാക്കളുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു ഗതികേട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ലൈംഗിക ആരോപണത്തെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കുന്നത്. അതും രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റെ റെക്കോർഡ് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം. എന്തായാലും പിന്തുണച്ചവരെല്ലാം മുങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. പിന്തുണച്ചവരെല്ലാം മുങ്ങിയപ്പോൾ രാഹുൽ ഈശ്വർ തെണ്ടി എന്ന് വേണമെങ്കിൽ പറയാം.
ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, പൊളിറ്റിക്സ് കേരള ഒരു ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു, രാഹുൽ ഈശ്വറിനെ പറ്റിയൊരു സ്റ്റോറി ചെയ്തിരുന്നു, നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന്. രാഹുൽ ഈശ്വർ അതൊന്നും മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയത്. എന്തായാലും രാഹുൽ ഈശ്വറിന് ഇന്നോ നാളെയോ ജാമ്യം കിട്ടിയേക്കാം. പക്ഷെ ജാമ്യം കിട്ടിയാൽ പോലും അയാളുടെ വാക്കുകൾ ഇനി ലോകം ചെവി കൊടുക്കില്ല. ഉയർത്തിക്കൊണ്ട് നടന്ന ചാനലുകൾ നിഷ്പ്രയാസം അയാളെ തൂത്തെറിയും. കാരണം ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടുന്ന ഒരു കോമാളി മാത്രമായി രാഹുൽ ഈശ്വർ അധപതിച്ചിരിക്കുന്നു.